എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഫ്രൈഡേയിലെ കാര്യങ്ങളൊക്കെ കാണിക്കണതേ. അപ്പോൾ ഇന്ന് പുട്ട് മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പപ്പയും റിച്ചാർഡും കൂടി ഒന്ന് ലുലു മോളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ റിച്ചാർഡിൻ്റെ ആ ഒരു റൂമിലേക്കുള്ള പുതിയ AC വെക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ AC വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെക്കാനുള്ള AC പർച്ചേസ് ചെയ്യാനാണ് ഇപ്പോൾ പോണത്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും പപ്പ കുരിച്ച് നിന്നിട്ട് പോകുന്നറിയാമല്ല. അപ്പോൾ ഇന്നാണെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ ദൃശ്യം മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ റിച്ചാർഡും ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പപ്പക്ക് ഇപ്പോൾ റൂബി ഉള്ളതുകൊണ്ട് പപ്പക്ക് വൈകുന്നേരത്തെ കുരിച്ചിൻ്റെ ഇടയിലുള്ള കുർബാന കൂടാൻ പറ്റില്ല. അപ്പോൾ പപ്പ പറഞ്ഞ് ഞാൻ രാവിലത്തെ കൂടിയിട്ട് നിന്നോളാം, അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് റിച്ചാർഡിൻ്റെ പ്ലാനൊന്നും മാറിയത്. റിച്ചാർഡ് പറഞ്ഞ് നമുക്ക് AC എടുക്കാൻ പോയാലോ പപ്പ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ റിച്ചാർഡിൻ്റെ റൂമിലേക്കുള്ള AC എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ പപ്പയുടെ കാലത്തെ കുർബാനയും മുടങ്ങി, വൈകുന്നേരത്തെ കുർബാനയും മുടങ്ങി. പപ്പക്കൊരു വിഷമം. അപ്പോൾ ഞാൻ പറഞ്ഞത് സാരമില്ല, കല്യാണം കഴിഞ്ഞവരെ നമ്മൾ കുറേ തിരക്കാണ്, അപ്പോൾ ഈ റുട്ടീനൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പഴയ പോലെ തന്നെ ആകാമല്ല. ഇപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഓരോ ദിവസവും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അപ്പോൾ ഇത് ഇന്നങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ്ട. പോയി കഴിഞ്ഞിട്ട് പിന്നെ റൂബിദേ ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി മാറി ചേട്ടൻ വന്നത് നോക്കിയിരിക്കണേണ്. ഭയങ്കര സങ്കടമായിരുന്നു അവൾക്ക്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സാധാരണ ഞാൻ പോകുമ്പോഴാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിപ്പോൾ റിച്ചാർഡിനെയാണ് അവൾക്ക് മിസ് ചെയ്യുന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം പപ്പ പോയാൽ അവളങ്ങനെ ഒരു വിഷമമൊന്നും കാണിക്കാറില്ല. അങ്ങനെ ഇവളുടെ റിച്ചാർഡ് തിരിച്ചെത്തണ വരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്ന് ഗേറ്റും നോക്കി ഇങ്ങനെ കിടക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തമില്ലാത്ത ദിവസമായിരുന്നു. കാരണം ഇവിടെ ഒരു സവാളയോ ഉള്ളിയോ എല്ലാം തീർന്നിരിക്കുന്ന ഒരു ഇത്തിരിയൊക്കെ എന്തോ ഒരു അറ്റവും തുമ്പൊക്കെ മാത്രമേ ഉള്ളൂ. സാധനം മേടിക്കാൻ പോകാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവർ ഉച്ചയ്ക്ക് ഏതായാലും ഭക്ഷണം കഴിച്ചിട്ടേ വരുള്ളൂ. പിന്നെ ചോറും ഈ ചാള തിളപ്പിച്ചതും അത്യാവശ്യം ഒരു നേരം കഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു ഇതിൽ ഞാൻ നമ്മുടെ ബിരിയാണി റൈസൊക്കെ തീർന്നിരിക്കണമായിരുന്നില്ല, കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നില്ല. അപ്പോഴാണ് കണ്ണിൽ നിന്ന് മറിഞ്ഞിരുന്നൊരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയത്. അത് നമുക്ക് ഫ്രീ ആയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയ ബിരിയാണി റൈസായിരുന്നു, മറ്റേ ദാവത്തിൻ്റെ ആ ഒരു പാക്കറ്റ്. അതിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം ബാക്കി അതവിടെ കെട്ടി മാറ്റിയിട്ടിട്ട് ഞാൻ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തപ്പി നടന്ന് നോക്കിയപ്പോഴും കിട്ടിയ ഒരു സംഭവമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഫ്രൈഡ് റൈസിൽ റിച്ചാണ് ഇഷ്ടം, ഫ്രൈഡ് റൈസ് കുറച്ചുണ്ടാക്കി വെക്കാം. എന്നിട്ട് രാത്രിയാകുമ്പോൾ അവന് ഉച്ചക്ക് എന്തായാലും പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ എന്തെങ്കിലും അതിനോട് കൂടി കറി എന്തെങ്കിലും പുറത്തുനിന്ന് മേടിച്ചിട്ടായാലും അവന് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവനെ ഫോൺ ചെയ്തിട്ട് ചോദിച്ച്, ഇത് മെസ്സേജ് ഇട്ടിട്ടാണ് ചോദിച്ചത് വാട്സാപ്പിൽ, എടാ പനീറും കൂടി ഇട്ടിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെക്കട്ടെ, അപ്പോൾ വേറെ കറിയുടെ ആവശ്യമില്ലല്ലോ, അത് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ അത് അടിപൊളിയാണ് മമ്മി പനീർ കൂടി ഇട്ടോ എന്ന് പറഞ്ഞ്. അങ്ങനെ ചോദിച്ചിട്ടാണ് ഇട്ടത്. ചോദിക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പനീർ ഇട്ട് എന്നുള്ള ഒരു കാരണത്താൽ ഇത് കഴിക്കാതെ പോകും. അതുകൊണ്ട് ചോദിച്ചിട്ടൊക്കെ ഇട്ട്. പനീറിൻ്റെ അകത്ത് വേറെ ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി പേരിന് ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് വെറുതെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റി ഫ്രൈഡ് റൈസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ പനീർ ഇട്ടിട്ട് പതിയൊക്കെ അത് നിരത്തിയിട്ടിട്ട് അതിൻ്റെ ഒരു വശം ആയി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മറിച്ചൊക്കെ ഇട്ട്, അല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള ആ കോട്ടിങ്, ആ ഒരു മുളക് പൊടി മഞ്ഞൾപ്പൊടിയുടെ കോട്ടിങ് അതിനകത്തായിപ്പോയി, എണ്ണയിൽ മൊത്തത്തിൽ കലർന്നു പോകും. അപ്പോൾ ഞാനിടയ്ക്ക് റൂബിനെ നോക്കാൻ പോണതാണ് കേട്ടോ. അപ്പോൾ റൂബി പൊസിഷൻ മാറി മാറി കിടക്കുന്നുണ്ടെങ്കിലും ഗേറ്റ് കാണണം അവൾക്ക്. ഗേറ്റ് കാണുന്ന രീതിയിലാണ് പൊസിഷൻ മാറ്റുന്നത്. എന്താണെന്ന് അറിഞ്ഞില്ല, മൊത്തം സമയം അവൾ അവിടെ തന്നെ നോക്കിയിരുന്നേച്ച്. അവൾക്ക് എന്തോ റിച്ചാർഡിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ഏതായാലും ഞാൻ എൻ്റെ പണികളിലേക്ക് കടന്ന് അപ്പോൾ ആ ഒരു പനീർ ഒന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം പൊടിയായി അരിഞ്ഞതും ക്യാബേജ് ക്യാരറ്റ് ബീൻസ് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി പിന്നെ 2 മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് അതുകൂടി പതിയെ ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത്. ആദ്യം തന്നെ ഇടുമ്പോൾ ഇളക്കരുത്. അപ്പോൾ ഒന്ന് വെന്തതിന് ശേഷം വലിയ വലിയ പീസുകളായിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനിയിപ്പോൾ വളരെ എളുപ്പമാണ്. റൈസ് ഒന്ന് അങ്ങോട്ട് വേവിച്ചാലും മാത്രമേ ഇത് ആ ഒരു റൈസ് പരുവത്തിന് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വെജിറ്റബിൾസൊക്കെ തലേ ദിവസമൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉണ്ടാക്കാം. വെജിറ്റബിൾസ് കട്ട് ചെയ്യണ ഒരു ടൈമാണ് ഇതിന് വേണ്ടത്. പിന്നെ ഈ റൈസ് ഒന്ന് പരുവത്തിന് എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ റൈസൊക്കെ വേവിച്ച് ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ അതിനകത്തേക്ക് ചില്ലി സോസും സോയാ സോസും കൂടി ചേർത്ത് അത് നല്ല മിക്സ് ചെയ്ത് മറിച്ച് പിന്നെ നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ കൂടിയിട്ട് ഏറ്റവും അവസാനം ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ ഈ സെലറിയുടെ തണ്ടും ഇലയും കൂടിയിട്ട് ഞാൻ കുറച്ച് അവിടെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് ഇപ്പോൾ ഇട്ടത്. ഫ്രിഡ്ജിൽ കുറച്ച് അധികം ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇടാൻ കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല. കുരുമുളക് പൊടിയൊക്കെ തീർന്നിരിക്കുന്ന അടുക്കളയിൽ ഒരുപാട് സാധനങ്ങൾ തീർന്നിരിക്കുന്നുണ്ട്. പക്ഷെ പോയി മേടിക്കാനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് മെട്രോ പിടിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലുലുമോളിൽ നിന്നൊന്നും മേടിക്കാനായിട്ടൊന്നും ഞാൻ പറഞ്ഞു വിട്ടില്ല. ഒന്നും മേടിക്കേണ്ടെന്നാണ് പറഞ്ഞത് ലുലുമോളിൽ നിന്ന്. കാരണം ഇവരിത് ക്യാരി ചെയ്ത് നടക്കണ്ടേ എന്നുള്ളൊരു ബുദ്ധിമുട്ടിൽ. എങ്കിലും റിച്ചാർഡ് റൂബി കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ ഫുഡ് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്നോട് വിളിച്ച് ചോദിച്ചു, മമ്മി റൂബിയുടെ ഫുഡൊക്കെ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ അവർ ഹൈപ്പർ മാർക്കറ്റിൽ കയറി. അപ്പോഴേക്കും എന്നെ വിളിച്ച് മമ്മിക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഇവിടുന്ന്. അതുകൊണ്ട് ഒന്നും മേടിക്കണ്ട, സാധനങ്ങൾ കുറേ അധികം തീർന്നിരിക്കുന്നുണ്ട്, പക്ഷേ അവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് വരണ്ട, നമുക്ക് നാട്ടിൽ നിന്ന് മേടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഈ ചോദിക്കണത് എന്തെങ്കിലും വേണ്ടതെന്ന് ചോദിക്കുന്നത് സ്പെഷ്യൽ ഐറ്റംസാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊന്നും കിട്ടാതെ ലുലുമോളിലും അതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന ചില സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് അവൻ ചോദിക്കണം. പക്ഷേ ഒന്നും മേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. റൂബി കുഞ്ഞ് ഭയങ്കര വിഷമത്തിലിരിക്കണേണ്. റൂബി കുഞ്ഞിൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ അവന് വിട്ടു കൊടുത്തിട്ടുണ്ടിരുന്നിട്ട് നിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ റൂബി കുഞ്ഞിന് ഫുഡ് മേടിക്കാൻ കയറിയത്. വരുമ്പോഴത്തേക്ക് അവൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കാം. അവൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവളതൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. അവൾക്ക് ആളെ കണ്ടാൽ മതി, എപ്പോഴും അങ്ങനെ. എങ്കിലും റിച്ചാർഡിന് എപ്പോഴും എന്തെങ്കിലും മേടിച്ചുകൊണ്ട് എന്നൊരു ശീലം ഉണ്ടല്ലോ. അങ്ങനെ റൂബിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഫുഡ് നോക്കാം. അതുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്ന ഒരു സമയത്ത് വെറുതെ ടൈം നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്തിരി ക്ലീനിങ് വർക്കൊക്കെ ചെയ്തിട്ടാ. പിന്നെ ഞാൻ ഇത്തിരി ഫ്രൈഡ് റൈസ് തന്നെ എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചോറ് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രൈഡ് റൈസ് അതിനകത്ത് ഈ പനീർ ഇട്ടേക്കണോണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരെത്തിയത്. അപ്പോൾ അവർ പുറത്തുനിന്ന് എന്താണ് അത് പപ്പക്ക് മട്ടൺ ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ റിച്ചാർഡ് എന്തോ ചിക്കൻ്റെ എന്തോ ഐറ്റമൊക്കെ കഴിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരിത് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളെന്ന് പറയാനായിട്ട് ബുക്ക് ചെയ്ത സാധനങ്ങൾ പിറ്റേ ദിവസം അവർ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞേക്കണത്. അതുകൊണ്ട് പിന്നെ ഇവർ ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഊബർ വിളിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റൂബിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ചേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഞാനും റിച്ചാർഡ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇങ്ങനെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കണ്ണ് എങ്ങടൊക്കെ പോകുമെന്ന് പറയാൻ പറ്റില്ല. കാണുന്നതെല്ലാം വാരിക്കൂട്ടും. അപ്പോൾ റിച്ചാർഡിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മമ്മീനെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തെന്ന്. കാരണം ഞാനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവനും കൂടി കുറേ അധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. കുഞ്ഞിന് എന്തൊക്കെയാണ് ചേട്ടൻ കൊണ്ടുവന്നത്? കുഞ്ഞിനൊന്നും കിട്ടിയില്ല. ആ എടാ കൊച്ചിന്റെ സാധനം എടുത്ത് കൊടുക്കടാ. ചൂട്ടിക്കൊക്കെ തിന്നത്തില്ലടാ. നോക്കണേ അച്ചടാ, കുഞ്ഞിന് മേടിച്ചേക്കണ്. ഇത് കണ്ട, ഇത് പൂച്ചടേണാ? ഇത് പൂച്ചയല്ലേ കേട്ടോ. അല്ല, ഇതിനെ കണ്ടം പൂച്ച എന്നാണ് പറഞ്ഞത്. പടം പൂച്ചട ആണോ? എവിടെ പൂച്ചട മേടിച്ചു വന്ന എനിക്ക്. ഇത് പൂച്ചയല്ലേ? ഇത് ഫ്രോസൺ ആണല്ലേ? നല്ല തണുപ്പ്. അതതിനെ കൂടി ഇരുന്നിട്ടാണോ? അച്ചോടാ, കുഞ്ഞിന് ഇത് റോദനൊക്കെ അടിച്ചു കൊടുക്കാം. റോദന കണ്ടം പൂച്ചയുടെ കുഞ്ഞെന്ന് പറഞ്ഞു. കണ്ടം പൂച്ചയുടെ കുഞ്ഞെന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ് ഇത്? ചോക്ലേറ്റാ? എടി നീ എന്തിനാണ് ഇവിടെ ചോക്ലേറ്റ് ഇരിക്കണേ? റൂബി എല്ലാം നോക്കണേ കേട്ടാ. ഇതെന്തൊക്കെ ചോക്ലേറ്റ്? പോംഗ്രാനൈറ്റിന്റെ ചോക്ലേറ്റാ? ബ്ലൂബെറി? ഇതെന്തുട്ടാ? കിൻഡർ ജോയ്യാ? എനിക്ക് വയ്യ. ഇത് നൂഡിൽസ്. നീ ആ മാഗിയുടെ ഒക്കെ തിന്നോ?
ഇതേ റൂബിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലട്ടാ. എന്തൊക്കെ നൂഡിൽസാണ് ഉച്ചാടെ ഇത്. ഓ നഗറ്റ്സ്, ഇത് നല്ല അടിപൊളിയാ. പണ്ട് നമ്മൾ കുറേ അധികം മേടിച്ചിട്ട് വെക്കുമല്ലോ. ഇത് ഫ്രഞ്ച് ഫ്രൈസ്. എന്താ വേറിച്ചാണ് പഴയ ജീവിതത്തിലേക്ക് പോകുക. ഇതേ നഗറ്റ്സ് വേറെ. അയ്യോ നമ്മളത് എന്തോരം ഉള്ളേ മേടിച്ചത് അവിടെ നിന്ന് നഗറ്റ്സ്. ഇത് എയർ ഫ്രഷ്നർ, റൂം ഫ്രഷ്നർ, പാസ്ത. എന്നിട്ട് ഇത് കടേ ഇവിടെ പാസ്ത ഉള്ള കുഞ്ഞിന് പറ്റിയത് പൂച്ച ഫുഡാണ് മേടിച്ചത്. ഓ പൂച്ചത്തോടോ പുറത്തോടോ ഒക്കെ കുഞ്ഞിക്ക് തരാം കേട്ടോ, മമ്മി തരാം. അവിടെ ഇല്ലെന്ന് കുഞ്ഞിൻ്റെ ഫുഡുകളൊന്നും ഇല്ലെന്ന് അവിടെ. അല്ലെങ്കിൽ ചേട്ടൻ കുറേ മേടിച്ച് തന്നേനെ. അപ്പോൾ നമുക്കിതെടുത്ത് നോക്കാം, കുഞ്ഞിന് തരട്ടെ. മരിപ്പിനാണോ എപ്പോൾ മരിച്ച ക്ലീറ്റസ്? ആ ഇവിടുന്ന് അവിടെ ബോട്ടിട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഇല്ല, എൻ്റെ കാർഡിൽ ഇരിപ്പണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ല. റിച്ചാർഡിനൊരു അബദ്ധം പറ്റി പൂച്ചയുടെ ഫുഡായി എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ റൂബി ഭയങ്കര ഇഷ്ടത്തോടെയാണ് അത് കഴിച്ചത്. ആരോ കൊണ്ടുവന്നിട്ട് ഡോഗിൻ്റെ ഫുഡിൻ്റെ കൂട്ടത്തിൽ അത് വെച്ച് പോയതാണ്, മാറ്റി വെച്ച് പോയതാണ് അറിയാതെ. അത് റിച്ചാർഡ് എടുത്തുകൊണ്ട് പോരുകയും ചെയ്തു ഡോഗ് ഫുഡാണെന്ന് പറഞ്ഞിട്ട്. കാരണം ഡോഗ് ഫുഡിൽ പ്രത്യേകതകളൊന്നും കണ്ടില്ലായിരുന്നു. അവൾ കഴിക്കാത്ത രീതിയിലുള്ള പെഡിഗ്രി സാധനങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. വേറെ വെറൈറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പപ്പക്കാണെങ്കിലും മരിപ്പുണ്ടായിരുന്നു. പപ്പ മരിപ്പിലൊക്കെ പോയി വന്ന് ചായയൊക്കെ ഇട്ട് കൊടുത്ത് അതിനുശേഷം ഒരു 4:45 ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അറിയുന്നത്. 5 മണിക്കാണ് ഷോ. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കട്ട്ലറ്റ്സ് അവിടെ അന്ന് ഉണ്ടായിരുന്നു. ചില സമയത്ത് ഉണ്ടാകാറില്ല. കട്ട്ലറ്റൊക്കെ അവൻ എനിക്ക് മേടിച്ച് തന്ന്, അവന് വേണ്ടിയിട്ട് പോപ്കോണും പിന്നെ കുടിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ മേടിച്ച്. ലക്ഷറി സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആകെ 7 പേര് മാത്രമേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് സമാധാനമായിട്ടൊക്കെ ഇരുന്ന് കാണാം. അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞ് സിനിമ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട്. റിച്ചാർഡിന് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതേ നമ്മൾ തിരിച്ചൊരു 8:30 മണിയോടുകൂടി ഇത് വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മിടെ പൊന്നേ, അമ്മിടെ പൊന്നേ, അമ്മിടെ പൊന്നേ, അമ്മിടെ പൊന്നേ, അമ്മിടെ പൊന്നേ. അകത്ത് പോകാം തുള്ളനെ കൊച്ചിയാ ഇറച്ചിയാട്ടനെ നോക്കണം. കുഞ്ഞപ്പ അച്ചു നിന്റെ അടുത്ത് വന്നപ്പോ നീ നോക്കിയില്ല. അമ്മിടെ മുത്ത് വാ, അമ്മിടെ മുത്ത് ദേപ്പ ഇത് കണ്ടമ്മ, ഇത് കണ്ടമ്മ. അതൊന്നും വേണ്ട അല്ലേ കുഞ്ഞിനെ, അതൊന്നും വേണ്ട. കുഞ്ഞിനെ അമ്മനെ മതി. അമ്മിടെ മുത്ത് എടാ ചേട്ടൻ്റെ അടുത്ത് തന്നെ തത്തുമ്മോ. പൂച്ചത്തീറ്റയൊക്കെ തിന്നാ കുഞ്ഞ്, ക്യാറ്റ് ഫുഡ് തിന്നാ കുഞ്ഞ്. റൂബി കുഞ്ഞ് പിന്നെ മമ്മിനെയും ചേട്ടനെയും കാത്ത് അവിടെ ഇരുന്ന്. അങ്ങനെ അവൾ വന്ന് അവളുടെ സന്തോഷ പ്രകടനങ്ങളും കഴിഞ്ഞ്. അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ മേടിച്ച് വെച്ചേക്കുന്ന നഗറ്റ്സൊക്കെ കഴിക്കണമെന്നുള്ള ചിന്തയിലാണ് വന്നേക്കണത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിപ്പോൾ ഈ രാത്രി കഴിക്കുമെന്നുള്ളത്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് മമ്മി എനിക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് തരും. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നഗറ്റ്സ് തന്നെ ഇടുന്നത്. അത് ചിക്കൻ പോപ്കോൺ ചിക്കനാണ്. പിന്നെ ഒരു പാക്കറ്റ് 1 കിലോ പോപ്കോൺ ചിക്കനും 1 കിലോ നഗറ്റ്സും 1 കിലോ ഫ്രഞ്ച് ഫ്രൈസുമാണ് മേടിച്ചിട്ടുണ്ടാകുന്നത്. നമ്മൾ നേരത്തെ ഇതുപോലെ ലുലുമോളിൽ പോകുമ്പോൾ ഇതിൻ്റെ 2 പാക്കറ്റ് 2 കിലോ വെച്ചൊക്കെ നമ്മൾ എടുത്തിട്ട് പോരും. എന്നിട്ടൊരു പ്രാവശ്യം ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും റിച്ചാർഡിന് ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ലുലുമോളിൽ പോകാൻ നേരം കിട്ടിയിട്ടുണ്ടാകുന്നില്ല. അങ്ങനെ റിച്ചാർഡ് പഠിക്കാനൊക്കെ നടക്കുന്ന സമയത്ത്. അപ്പോൾ റയനാണ് കേട്ടോ പോയിട്ട് ലുലുമോളിൽ പോയി ഇത് മേടിക്കാൻ വേണ്ടി മാത്രം പോയിട്ട് നഗറ്റ്സ് കുറേ അധികം മേടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിച്ചാൻ്റെ ഏറ്റവും ഇഷ്ട വിഭവമാണ് നഗറ്റ്സ്. എന്തിപ്പോൾ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ നഗറ്റ്സൊക്കെ ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം മതി, വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ
അങ്ങനെ ഇപ്പം അത്യാവശ്യം അവന് വേണ്ടിയിട്ടുള്ളത് മേടിച്ചിട്ടുണ്ട്. അവന് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്, ഞാനാ പപ്പയൊന്നും കഴിക്കാറൊന്നുമില്ല. അപ്പോൾ അതെല്ലാം വറുത്തിട്ടാണ് 3 എണ്ണവും വേണം ആൾക്ക്. അങ്ങനെ ഞാൻ ആ സമയത്ത് വന്നിട്ട് അതെല്ലാം ഫ്രൈ ആക്കി എടുത്ത് കുറേ അധികം നേരം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പക്ക് ആദ്യം തന്നെ വന്നിട്ട് പപ്പക്ക് ഊണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പപ്പ അതൊക്കെ കഴിച്ചിട്ടൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കിടന്നുറങ്ങിയിട്ടാ. ഒരു 12 മണിയായിട്ടുണ്ട്. പെട്ടെന്ന് റയൻ്റെ കോൾ വന്നു. റയൻ സമയം നോക്കാതെ വിളിച്ചു പോയതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് കുളിമുറിയുടെ വതുക്കയിൽ പോയി കുളിമുറിയുടെ അകത്ത് ലൈറ്റ് ഇട്ടിട്ടായിരുന്നു. കാരണം റൂബിക്ക് ഇനി കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകണ്ട പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴേ. അങ്ങനെ കുറേ അധികം നേരം അവനെ കൂടി സംസാരിച്ചു. കുറേ അധികം നേരം എന്ന് പറഞ്ഞാൽ ഒരു 1:15 മണി വരെയൊക്കെ സംസാരിച്ചിട്ടാണ് പിന്നെ വെച്ചത്. അപ്പോൾ അവൻ പറയും, അയ്യോ മമ്മി ഞാൻ സമയം നോക്കിയില്ലായിരുന്നു, രാത്രി ആയിപ്പോയല്ലേ. അപ്പോൾ അവൻ കൊളറാഡോ എന്നുള്ള ആ US-ലുള്ള ആ ഒരു സ്ഥലത്തുകൂടി റണ്ണിങ് ആണ് ഷിപ്പ്. അപ്പോൾ അതിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവൻ്റെ തമാശകളൊക്കെ കേട്ട് പാതിരയാണെന്നുള്ള ആ ഒരു ബോധം പോലും ഇല്ലാതെ ഞാൻ പൊട്ടി ചിരിച്ച് എൻ്റെ ഉറക്കമെല്ലാം പോയി. ഒരുപാട് നേരം അങ്ങനെ ചിരിച്ചിട്ടാ. അപ്പോൾ റയൻ പറഞ്ഞത് ഏതൊരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും അവിടെ ആ നാട്ടുകാരിങ്ങനെ ജോലിയുടെ ഈ ഷിപ്പിൻ്റെ അകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവരാണ് കയറുന്നത്. അപ്പോൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളാണ് കയറുന്നത്. അപ്പോൾ ഇത് സ്പാനിഷ് മാത്രം അറിയാവുന്ന ആളുകളാണ് കയറിയത്. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് വേറെ ഭാഷകളൊന്നും അറിയില്ല. അവർ സ്പാനിഷ് മാത്രം പറയാനും കേട്ടാലും അതിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഷിപ്പിലുള്ള ആർക്കും തന്നെ സ്പാനിഷ് അറിയില്ല, ഇംഗ്ലീഷ് പറഞ്ഞിട്ടോട്ട് അവർക്ക് മനസ്സിലാവണില്ല. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ അകപ്പാടെ അവതാളത്തിലായി. അപ്പോൾ ക്യാപ്റ്റൻ നമ്മുടെ പാണ്ടിപ്പടയിൽ ചോദിച്ച പോലെ ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ദിലീപ് എനിക്കറിയാമെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയില്ലേ എന്ന് പറഞ്ഞ കണക്കിന് നമ്മുടെ റയൻ സ്പാനിഷ് അറിയാം, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടൊക്കെ ചെന്ന്. കാരണം റയൻ കുറച്ച് സ്പാനിഷൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്പാനിഷ് എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് ഇവരുടെ സംസാരിച്ചപ്പോൾ റയൻ പറഞ്ഞത് ഇവർ സ്പാനിഷ് തന്നെയാണ് പറയണതെന്ന് സംശയം തോന്നിപ്പോയി. കാരണം നാട്ടുഭാഷയാണ് അവർ പറയണത്. അപ്പം നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അതിൻ്റെ ഗ്രാമറൊക്കെ അല്ലേ പഠിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാമറൊന്നും ഇല്ലാതെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. റയൻ പറഞ്ഞ് നിർത്തി പറഞ്ഞാൽ മതി, സംഭവം ഞാൻ മനസ്സിലാക്കുക. അങ്ങനെ അവരെ കൊണ്ട് നിർത്തി പറയിപ്പിച്ച് റയന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ റയൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പാണ്ടിപ്പടയിൽ തുടങ്ങി സമ്മറിൻ ബെത്ലഹേമിലാണ് മമ്മി ഈ സംഭവം തീർന്നത്. കാരണം ദിലീപിന് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞിട്ട് കയറുന്ന രീതിക്ക് ഇവൻ സ്പാനിഷ് അറിയാമെന്ന് പറഞ്ഞ് കയറി. പിന്നെ പറഞ്ഞ് പിടിച്ച് സമ്മറിൻ ബെത്ലഹേമിൽ ഒബ്രമതുവേ മാടിക്കൊണ്ടിരുന്നു പറഞ്ഞ അവസ്ഥയിൽ ഇതെല്ലാം നിൻ്റെയൊക്കെ മുഖത്തിൻ്റെ പേഴ്സണാലിറ്റി മറ്റൊന്നാണ് അവർ പറയണത് എന്നൊക്കെയുള്ള രീതിക്ക് ക്യാപ്റ്റനും മറ്റുള്ളവർക്കൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്ത് സംഭവം സെറ്റാക്കി എന്നാണ് അവൻ പറയണത്. അവൻ പറയണ കേട്ടാൽ നമ്മൾ ചിരിച്ച് ചാകും. ഭയങ്കര തമാശയിലേ പറയുള്ളൂ. അങ്ങനെ ഞാൻ ഈ കഥയൊക്കെ പറയണതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടത് പിറ്റേ ദിവസത്തെ കാര്യമുണ്ട് സാറ്റർഡേ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് വൈപ്പിൻകരയിലേക്ക് അത്യാവശ്യമായിട്ടൊരു ആണ്ട് കൂടാൻ പോകാനുണ്ട്. പപ്പയുടെ അമ്മാവൻ്റെ 10ാമത്തെ ആണ്ടാണ്, മരിച്ച ഒരു ആണ്ട്, 10 വർഷം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും പപ്പയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. റിച്ചാർഡ് വീട്ടിലുണ്ട് റൂബിയുടെ കൂടെ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു അങ്കിളിൻ്റെ മോളെയും എടുക്കണം. മോളുടെ പേര് ഗ്ലാഡിസ് എന്നാണ്, എൻ്റെ പേരും ഗ്ലാഡിസ് എന്നാണ്, ആ ഗ്ലാഡിസിൻ്റെ മരുമോളുടെ പേരും ഗ്ലാഡിസ് എന്നാണ്. അങ്ങനെ മൊത്തത്തിൽ കുറേ ഗ്ലാഡിസാണ്. അപ്പോൾ ഗ്ലാഡിസിന് വണ്ടി ഡ്രൈവ് ചെയ്താണ് ഗ്ലാഡിസ് സാധാരണ പറഞ്ഞത്. പക്ഷേ ഗ്ലാഡിസിൻ്റെ വണ്ടിക്ക് എന്തോ ഒരു കംപ്ലയിൻറ്റ് വന്നതുകൊണ്ടാണ് നമ്മളുടെ വണ്ടി കയറി വന്നത് കേട്ടോ. അപ്പോൾ അവരെ രണ്ടുപേരെയും എടുത്തിട്ടാണ് നമ്മളിതേ വൈപ്പിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കുർബാനയെല്ലാം കഴിഞ്ഞിട്ട് ഹാളിലേക്ക് വന്നതാണ്. അപ്പോൾ പപ്പയുടെ അമ്മ 3 സഹോദരങ്ങളാണ്. അതിൽ മൂത്ത സഹോദരനാണിത്. അമ്മ നടുക്കുള്ളതാണ്. അമ്മയുടെ ഇളയതുമുണ്ട്. ഇളയതും മരിച്ച് മൂത്തതും മരിച്ച് ഇനി അമ്മ മാത്രമേ ഉള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് പിന്നെ ഈ ബന്ധുക്കളെല്ലാം കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. എല്ലാവരും വന്നിട്ടുണ്ട്. പപ്പയുടെ പെങ്ങന്മാർ വന്നിട്ടുണ്ട്, അവരുടെ ഭർത്താക്കന്മാർ, കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പപ്പയുടെ അമ്മ. പിന്നെ ഈ നടുക്കിരിക്കുന്ന ജോസി അങ്കിൾ ഞങ്ങളുടെ ഏറ്റവും അടുത്ത അത്രയും സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ കൂടെയുള്ള ഒരു അങ്കിളാണത്. അപ്പോൾ അങ്കിളും മോളുമാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ, കാറിലുണ്ടായിരുന്ന അങ്കിള്. അപ്പോൾ അമ്മയും മകനും എല്ലാം കൂടി ഇരുന്നിട്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ പ്രായമായ ആളുകളെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ഒരുപാട് പേര് വന്ന് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരുടെ ഒരു കയ്യിൽ അവരുടെ ഓരോ ഓർമ്മകൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഫോണിൽ എടുക്കുന്നുണ്ട്, ഫേസ്ബുക്കിലിടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ പപ്പയുടെ നമുക്ക് അതൊന്നും അത്ര ഇഷ്ടമല്ല. എങ്കിലും ഇപ്പം കുഴപ്പം കൂടാതിരിക്കാനുണ്ട്. നേരത്തേക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പറയും വേണ്ട എൻ്റെ ഫോട്ടോയൊന്നും ഒരു സ്ഥലത്തും വരാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല, എല്ലാവരും വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പപ്പയുടെ ഇളയ പെങ്ങളുടെ ഹസ്ബൻഡാണ് കേട്ടോ, രാജു. അപ്പോൾ അങ്ങനെ എല്ലാവരെയും രാജു ജോലിയുടെ ഇടയിൽ നിന്ന് വന്നേക്കണേന് കേട്ടോ, പെട്ടെന്ന് തന്നെ പോകണം. അപ്പോൾ രാജുനിങ്ങനെ ഫോൺ കോൾസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ രാജുവിന് ആരോടും മിണ്ടാൻ പോലും പറ്റില്ല. എങ്കിലും അങ്ങനെ വന്ന് എല്ലാവരോടും സംസാരിച്ച്. അപ്പോൾ ഇത് ടാനി ചേച്ചി ഈ മരിച്ച അങ്കിളിൻ്റെ മോളാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ ടാൻ ചേച്ചിനോട് തമാശ പറഞ്ഞാണ് അഭിനയിക്കണേന് പേയ്മെൻറ്റ് വേണമെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മരുമോള് കൊടുത്ത പേഴ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കാണിക്കണേണ്. മകൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പോയത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആലപ്പുഴയിൽ കല്യാണത്തിന് പോയത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അങ്ങനെ മരുമോളുടെ സന്തോഷമൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് ഗ്ലാഡിസ്. അപ്പോൾ ഗ്ലാഡിസിനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഇത് അങ്കിളിൻ്റെ മൂത്ത മരുമോളാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ 4 ഗ്ലാഡിസിൽ 3 ഗ്ലാഡിസ് ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അമ്മയും മോനും തമ്മിലുള്ള ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഫോട്ടോ ഒക്കെ പപ്പക്ക് ഭയങ്കര നാണമിട്ടിരിക്കണം കേട്ടോ. അങ്ങനെ എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ പിന്നെ പപ്പ കുട എടുത്തിട്ട് അവിടെ വല്ലയിടത്തും വെക്കെന്ന് പറഞ്ഞിട്ട് പപ്പ അത് വെക്കൂല, അത് കയ്യിൽ പിടിച്ചിട്ടിരിക്കണേ. അപ്പോൾ അവിടെ എവിടെയെങ്കിലും അതൊന്ന് കൊളുത്തിയിടുന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്, പക്ഷേ പപ്പ അത് കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ പിന്നെ ഞാൻ നിന്നിട്ടൊക്കെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത്, അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ആദ്യം ചെന്ന് സ്തുതി കൊടുക്കുന്ന സമയത്ത് അമ്മ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് എല്ലാം നന്നായിട്ട് വരുമെന്നുള്ള ആ ഒരു ഇതെല്ലാം പറഞ്ഞ് നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ധൈര്യമാണ് കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും കൊണ്ടും പേടിക്കണ്ട, എല്ലാം ഭംഗിയായിട്ടാണ്. ക്രിസ്ത്യാൻ്റെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഇത് അമ്മാവൻ്റെ ഭാര്യയാണ് കേട്ടോ, ക്രീം സാരി എടുത്തിട്ടിരിക്കണം. നവതി ആഘോഷിച്ചില്ലേ നമ്മൾ, അതും ഞാൻ വീഡിയോ വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആൻറ്റിയാണത്, റിട്ടയർഡ് ടീച്ചറാണ് കേട്ടോ, സെലിൻ ടീച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇത് പപ്പയുടെ സിസ്റ്റേഴ്സ്, മൂത്ത 2 സിസ്റ്റേഴ്സാണ്, ഗ്രേസ് ചേച്ചിയും ഇത് ജോയ്സ് ചേച്ചിയും. കൂടെ ഇരിക്കുന്നത് ടാനി ചേച്ചി, പിന്നെ ഒരു സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മാണച്ചൻ ചേട്ടൻ, പിന്നെ ഒരു സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അപ്പുറത്ത് ഉണ്ടായിരുന്നു, മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് മാക്സ് ചേട്ടൻ. ആ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ പുറത്തായിരുന്നു തോന്നുന്നു ചേട്ടൻ. അങ്ങനെ ഞാനും ഗ്ലാഡിസും കൂടി നിന്നിട്ട് ഇത്തിരി നേരം വീഡിയോ ഇട്ട്, പിന്നെ ഇതേ റൂണയും ഗ്ലാഡിസും കൂടി നിന്നിട്ട് വീഡിയോ എടുത്ത്. അപ്പോൾ അവിടെ മറ്റേ ഗ്ലാഡിസും ജാക്സനും ജോസ് അങ്കിളും അമ്മയും കൂടിയൊക്കെ നല്ല തകർത്ത സംസാരം കേട്ടോ. അങ്ങനെ എല്ലാവരെയും കൂടെ കിട്ടാത്തത് കൊണ്ട് ഓരോരുത്തർ 2 പേരൊക്കെ നിന്നൊക്കെ ഓരോ വീഡിയോ എടുക്കണം. അപ്പോൾ അത് ഫാബിൻ ഷീലുവിൻ്റെ സിസ്റ്റർ ഇൻ ലോയാണ് കേട്ടോ. പുള്ളിക്കാരി ഞങ്ങളുടെ കൂടെ കൂടും കേട്ടോ, വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ ഇതേ ഷീലു ഒരു കണക്കിന് വന്നെത്തി. അപ്പോൾ ഗ്ലാഡിസ് പോയി, ഇനിയിപ്പോൾ ഗ്ലാഡിസിനെ നോക്കി നിൽക്കണേണ് ഞങ്ങൾ. അപ്പോൾ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നിൽക്കണേണ്. അപ്പോൾ ഇവർക്കൊക്കെ വീഡിയോയിൽ വരാൻ ഇഷ്ടമുള്ള ആളുകളാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവരെ കാണിക്കണത് കേട്ടോ. എല്ലാവർക്കും ഒന്നും വീഡിയോയിലൊക്കെ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഗ്ലാഡിസിന് വേണ്ടിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഗ്ലാഡിസും ഓരോ ആളുകൾ വരുമ്പോഴത്തേക്കും അവരെ സ്വീകരിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കണോണ്ടാണ് ഇങ്ങനെ എത്താത്തത് കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് ഗ്ലാഡിസിനെയൊക്കെ വിളിച്ച് കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾക്ക് അങ്ങനെ വീഡിയോ എടുക്കണം, ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കൂടുന്ന സമയത്ത് പറയും നമുക്കൊരു ടൂർ പോകണം, എപ്പോഴും പറയണതാണ് കേട്ടോ. പക്ഷെ പോകാനും പറ്റാറില്ല. ഒരു 1 ഡേ ട്രിപ്പെങ്കിലും പോകണം എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും പോരുന്നത്. നമുക്ക് ഒരു ഡേറ്റ് നിശ്ചയിക്കണം, പോകണം എന്നൊക്കെ പറയും. പക്ഷേ ഇതുവരെയും പോക്ക് നടന്നിട്ടില്ല. മെയിനായിട്ട് ഞാനാണ് അതിൻ്റെ ആൾ. ഈ റൂബിനിട്ടിട്ട് പോകണ്ടേ. അപ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഇത്തവണയും നമ്മൾ തമ്മിൽ പറയുന്നുണ്ട്, എത്ര തവണയായി പറയണത് ടൂർ പോകാം. ഇതുവരെ പോകാൻ സാധിച്ചാൽ നമ്മൾ ലേഡീസ് മാത്രം ഇട്ടിട്ടാ, വേറെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ പണ്ട് പോയിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കൂടി നമ്മളുടെ കുടുംബത്തിൽ, പപ്പയുടെ കുടുംബത്തിൽ ഒരു 10-40 കൂടുതൽ പേര് ഒന്നിച്ച് പോയിട്ടുണ്ട് കേട്ടോ, ടൂർ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ടൂർ പോയപ്പോഴത്തേക്കും ഇതിൻ്റെ ചിലവുകളെല്ലാം വഹിച്ചത് അങ്കിളിൻ്റെ ഫാമിലി തന്നെയാണ് കേട്ടോ. അപ്പോൾ റോഷനും അങ്ങനെ എല്ലാവരും കൂടി തന്നെയാണ് ആ ഒരു ചിലവെല്ലാം എടുത്തിട്ട്. നമ്മൾക്ക് ആർക്കും 1 രൂപയുടെ ചിലവ് പോലും അവർ വരുത്തിയില്ല, നമ്മളിങ്ങനെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ നല്ലൊരു ഓർമ്മകളാണ് കേട്ടോ. അതിൻ്റെയൊക്കെ കുറേയധികം ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതൊക്കെ റിച്ചാൻ്റെ കയ്യിലുണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് റോഷനെ കണ്ടത്. കാരണം റോഷൻ ഇത്തിരി തിരക്കിലായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനമാണ് റോഷനെ കിട്ടിയത്. അപ്പോൾ അത് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചിരിക്കണേണ്. അപ്പോൾ റോഷൻ്റെ ശരിക്കുള്ള പേര് ജെങ്കിൻസ് എന്നാണേ. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലെത്തിയേ. പിന്നെ ഇപ്പൊ തുറക്ക എന്താ സേട്ടനകത്താണ്. ഷോ റിച്ചാർഡേ, അപ്പം ഞാനാണെന്നുണ്ടെങ്കിലില്ലേ നമ്മുടെ വീടിൻ്റെ വാതിക്ക് വന്നപ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറിൻ്റെ അകത്ത് ഞങ്ങളുടെ നാൻസി ചേച്ചിയുണ്ട്, ഗ്ലാഡിസ് ഉണ്ട്, അങ്കിളുണ്ട്. അപ്പോൾ അവരെയൊക്കെ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തിട്ടാണ് പപ്പ സാവധാനം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൂബി എന്നെ കാത്തിരിക്കണല്ലേ, വിഷമിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നമ്മളുടെ വീടിൻ്റെ വാതിക്ക് വന്നപ്പോഴത്തേക്കും ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ തലേ ദിവസം റിച്ചാർഡും പപ്പയും കൂടി പോയിട്ട് ലുലുമോളിൽ നിന്ന് എടുത്ത സാധനങ്ങളെല്ലാം ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്ന് അവിടെ തന്നെ ഇരിക്കണേ.
തന്നെയാണ്. അപ്പോൾ ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറഞ്ഞത് അടുത്ത ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു. 2 ദിവസം എന്തോ വൈകുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ റൂബി ഇത് കണ്ട് അങ്ങനെ മണത്ത് നിൽക്കണേന് കേട്ടോ. എന്ത് സാധനങ്ങളും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റൂബിയാണ് ആദ്യം നോക്കണത് എന്താണെന്നൊക്കെ. അപ്പോൾ ഇതും അവൾ ചുറ്റും നടന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത്ര ഉണ്ടാകുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്